പ്രീമിയർ ലീഗിൽ ഒരു മാച്ച് ഡ്രോ ആയി അവസാനിക്കുമ്പോൾ അതിന് രണ്ട് സ്റ്റോറീസ് ഉണ്ട്. അതായത് ഒരു ടീമിന് നഷ്ടപ്പെട്ട 2 പോയിൻ്റാണ്, മറ്റേ ടീമിന് നേടിയ വലിയൊരു പോയിൻ്റാണ്. ഇന്നിപ്പോൾ സണ്ടർലാൻഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മാച്ച് അങ്ങനെ ഒരു ഗെയിമായിരുന്നു. സ്കോർ 0-0 ആണ്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 2 പോയിന്റ് ലോസ്റ്റ് തന്നെയാണ്. സണ്ടർലാൻഡിനെ സംബന്ധിച്ച് വലിയൊരു പോയിന്റ് തന്നെയാണ്, ഒരു ഇമ്മിനി വലിയ പോയിന്റ്. അത് മാത്രമല്ല, അവരുടെ ഹോം റെക്കോർഡ്, ഇതേവരെ ഈ സീസണിൽ തോൽക്കാത്ത, ഹോം ഗ്രൗണ്ടിൽ വെച്ച് തോൽക്കാത്ത റെക്കോർഡ് അത് ഇൻടാക്ട് തന്നെയാണ്. ലീഗിൽ ഇതേവരെ 2 ടീമേ തോൽക്കാത്തുള്ളൂ ഹോം ഗ്രൗണ്ടിൽ. ഒന്ന് സണ്ടർലാൻഡാണ്, മറ്റേത് ആഴ്സണൽ. സീസണിൻ്റെ 19th ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ടീമും ഒരു 19th ഗെയിം കളിച്ചു. അതായത് മിഡ് പോയിൻ്റ് ആണ് കറക്റ്റ്. 38 ഗെയിം സീസണിൽ 19 പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ സീസണിൻ്റെ മിഡ് പോയിൻ്റ് എത്തുമ്പോൾ സിറ്റിക്ക് ഓരോ പോയിൻറ്റും ടൈറ്റിൽ റേസിൽ നിർണായകമാണ്. സണ്ടർലാൻഡിനെ സംബന്ധിച്ച് സർവൈവലിനും ക്രെഡിബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ളൊരു മാച്ചാണത്. കാരണം അവർ എല്ലാവരും റെലിഗേഷൻ എക്സ്പെക്ട് ചെയ്തപ്പോൾ അവർ ടോപ്പ് 10 നിൽക്കുകയാണ് സണ്ടർലാൻഡ്. അപ്പോൾ സ്റ്റേഡിയം ഓഫ് ലൈറ്റിൽ സണ്ടർലാൻഡ് ഇറങ്ങുന്നത് അണ്ടർഡോഗ് മെൻറ്റാലിറ്റിയോടെ അല്ല. ശരിക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സിറ്റീനെ ശരിക്കും ഫ്രസ്ട്രേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു സണ്ടർലാൻഡ് സെറ്റപ്പ് ചെയ്ത് കോമ്പാക്റ്റ് 4-2-3-1 എന്നുള്ള ഷേപ്പിലാണ്. 4-2-3-1 കളിക്കുമ്പോൾ സണ്ടർലാൻഡിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി പറയാതെ വയ്യ. അവർ നല്ല റിക്രൂട്ട്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ ടോപ്പ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രാനിറ്റ് ചാക്കയാണ്. ഗ്രാനിറ്റ് ചാക്ക കമ്മിങ് ബാക്ക് ടു പ്രീമിയർ ലീഗ് ആഫ്റ്റർ ബയർ ലെവർകൂസൻ. സണ്ടർലാൻഡ് പോലൊരു ടീമിൽ, ഇപ്പോൾ ചെൽസിക്ക് ഇല്ലാതൊരു സംഭവമാണ്, സണ്ടർലാൻഡിൽ പോലൊരു ടീമിൽ ഗെയിമിനെ പിടിച്ച് എവിടെ കൺട്രോൾ ചെയ്യണം, എവിടെ സ്ലോ ആക്കണം, എവിടെ ഫാസ്റ്റ് ആക്കണം, എങ്ങനെ ഒപ്പമുള്ള ആൾക്കാരെ കൊണ്ട് നടക്കണം എന്നുള്ളത് ഗ്രാനിറ്റ് ചാക്ക സണ്ടർലാൻഡിൻ്റെ പ്ലേയേഴ്സിനെ ലീഡ് ചെയ്യണത് കണ്ട് മനസ്സിലാക്കണം. അങ്ങനെയാണ്, അതാണ് സണ്ടർലാൻഡിൻ്റെ ഏറ്റവും വലിയ സൈനിങ്. ശരിക്ക് ഈ ഗെയിമിൽ ഗ്രാനിറ്റ് ചാക്ക ഒരു സമയത്ത് ഫോർവേഡിലാകുമ്പോൾ ഒരു സമയത്ത് ഡിഫൻസിലുണ്ട്. ഫുൾ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഹീ ഈസ് ദ എവ്രിവെയർ. അത് സൂപ്പർ തന്നെയാണത്. ഗ്രാനിറ്റ് ചാക്കയെ പറ്റി പറയുമ്പോൾ പുള്ളി ഇപ്പോൾ ഭയങ്കര മെച്വേർഡായി. പണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആഴ്സണലിൽ പണ്ട് കളിക്കുമ്പോൾ, ഇനീഷ്യൽ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഒരു ഹോട്ട് ഹെഡായിരുന്നു. ഒരു കൺട്രോൾ ഇല്ലാണ്ട് ടാക്ലസിൽ പോയിട്ട് കുറേ റെഡ് കാർഡ് വാങ്ങിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. കുറേ റെഡ് കാർഡ് അനാവശ്യമുള്ള റെക്കോർഡാണ്, പക്ഷേ കുറേ റെഡ് കാർഡ് അനാവശ്യമായിട്ട് റെഡ് കാർഡ്സ് ആയിരുന്നു, റെഫറിമാരുടെ മിസ്റ്റേക്കാണ്. പക്ഷേ നൗ ഹി ഈസ് മെച്യൂർഡ് ടു പ്ലെയർ, ശരിക്കൊരു ലീഡറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സണ്ടർലാൻഡ് സെറ്റപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ 4-2-3-1 ഡിഫെൻസീവ് ലൈൻസൊക്കെ വളരെ ക്ലോസ് ആയിട്ടാണ് ഡിഫൻഡേഴ്സ് കളിച്ചത്. സെൻട്രൽ സോൺസ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു. സിറ്റിയുടെ വിങ്ങേഴ്സ് എന്ന് പറയുന്നത്, സിറ്റി എന്താ പറയുക, സെവിനോയും ഒക്കെ വെച്ചിട്ടാണ് വിങ്ങേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡോക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെൻട്രൽ സോൺസ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് അവർ സിറ്റീനെ വിങ്ങിലേക്ക് അലൗ ചെയ്തിട്ടാണ് കളിച്ചത്. സിറ്റി പതിവ് പോലെ പൊസഷൻ ഹെവി ആയിട്ടൊരു 4-3-3 കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് സിറ്റിക്ക് ബോൾ കൺട്രോളും ഷോർട്ട് പാസിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഹാഫ് സ്പേസൊക്കെ നന്നായിട്ട് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സിറ്റിയുടെ ബിൽഡപ്പ് സ്മൂത്ത് ആയിരുന്നു, പക്ഷെ പെനിട്രേഷൻ ഉണ്ടായിരുന്നില്ല സിറ്റിക്ക്. അതാണ് സിറ്റിയുടേത്. പൊസിഷൻ ഡോമിനൻസ് കൊണ്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ ഗോൾ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല, പൊസിഷൻ ഉണ്ടായിക്കൊണ്ട്. ഗാർഡിയോളയുടെ പണ്ടത്തെ ടീമുകൾ ഈ സീസണിലെ ടീമും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സണ്ടർലാൻഡ് പോലത്തെ ഒരു ഗ്രൗണ്ടിൽ, സ്റ്റേഡിയം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടഫ് ഗ്രൗണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാണികളും ഭയങ്കര നോയ്സ് ഉണ്ടാകുന്ന കാണികളായിട്ടുള്ള ഗ്രൗണ്ടിൽ പഴയ സിറ്റിയുടെ ടീമാണെന്നുണ്ടെങ്കിൽ, പെപ്പിൻ്റെ ടീം, ഡെബ്രൂനൊക്കെയുള്ള ടീമാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഗെയിം തുടക്കം തന്നെ ഭയങ്കര പൊസഷനായിട്ട് എതിർ ടീമിന് പൊസഷനെ കൊടുക്കാണ്ട് കുറേ നേരം അവർ കൂളായിട്ട് കളിക്കും. ഓക്കെ, ഒരു ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് സിറ്റി കൺട്രോൾ ചെയ്തിട്ട് മറ്റേ ടീം ചിലപ്പോൾ ബോൾ തുടരണേ ഉണ്ടാവില്ല. അങ്ങനെ കളിച്ച് അപ്പോൾ കാണികൾ തുടക്കത്തിൽ ഇതുണ്ടായാലും പിന്നെ ഒന്നും നടക്കണില്ല എന്ന് കാണുമ്പോൾ കാണികൾ പതുക്കെ താന്ന് പോയി ചെയ്യാറ്, എന്നിട്ട് സിറ്റി ഗോൾ അടിച്ച് കയറി പോയി ചെയ്യാറ്. ഇതിൽ അങ്ങനെയൊന്നും സിറ്റിക്ക് പറ്റിയില്ല. സിറ്റി സണ്ടർലാൻഡ് തുടക്കം തൊട്ട് തന്നെ കളി സിറ്റീനെ ഒരു മേൽക്കോയ്മ കിട്ടാൻ സമ്മതിച്ചില്ല. കണ്ടിന്യൂസ് ആയിട്ട് അവർ ഒരു ട്രാൻസിഷൻ നോക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ സിറ്റി ബോൾ ശരിക്കും ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി ഒരു ഗോളും അടിച്ചു, ബെർണാർഡോ സിൽവ ഒരു ഗോളും അടിച്ചു. പക്ഷേ ഗോള് ഓഫ് സൈഡായിട്ട് റൂൾ ഔട്ട് ചെയ്തു. ജസ്റ്റ് എന്താ പറയുക, ഭയങ്കര ക്ലോസ് ഓഫ് സൈഡ് തന്നെയായിരുന്നു സംഭവം. ഗെയിമിൻ്റെ ആ ഒരു സെൻട്രലിൽ നിന്ന് ഉറങ്ങിയ മാതിരി ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അത് റിതം ശരിക്കും മാറ്റിയ മൊമെൻ്റ് ആയിരുന്നു അത്. സെൻട്രലിൻ്റെ കൂടുതലും മാൻ ടു മാൻ മാർക്കിംഗ് ആണ് നോക്കിയത്. ഹാലൻഡിനെ സാധാരണ ഒരുവിധം കളിയിലൊക്കെ ഹാലൻഡിനെ 2 പേര് മാർക്ക് ചെയ്യാറുണ്ട്. ഇത് ശരിക്കും സിംഗിൾ ഇടം മാർക്ക് ചെയ്താൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഹാലൻഡിനെ ഹാൻഡിൽ ചെയ്യുന്നത് ആക്ച്വലി സെൻട്രലിൻ്റെ സെൻട്രൽ ബാക്സ്. ഹാലൻഡിനെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു.
വൈഡ് ഏരിയാസ് നിന്ന് ക്രോസ് വന്നു വെച്ചെങ്കിലും സണ്ടർലൻഡിൻ്റെ സെൻട്രൽ ബാക്സ് കൂളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത് ഭയങ്കര കാമായിരുന്നു. ഒരു സണ്ടർലൻഡ് നന്നായിട്ട് ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്തു, ഒരു പാനിക് ഉണ്ടായിരുന്നില്ല. സിറ്റിക്ക് തീരെ ടെമ്പോ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഹാലൻഡിന് ഒരു സൂപ്പർ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സവിനോനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹാലൻഡിൻ്റെ ചാൻസ് ഡയറക്റ്റ് ഗോൾ കീപ്പർ മേലേക്ക് അടിച്ചു. സവിനോ എന്താ പറയുക, തീരെ ഗോൾ കുറവ് സ്കോർ ചെയ്തിട്ടുള്ള പ്ലെയറാണ് സിറ്റിക്ക്. ഇതേവരെ ഒരു ഗോളെ സ്കോർ ചെയ്തിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത്. അപ്പോൾ സവിനോ ഗോൾ സ്കോർ ചെയ്യുന്നുള്ളത് ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പുള്ളി അത് ആക്ച്വലി മാർട്ടിനലിക്ക് കിട്ടിയ ചാൻസ് പോലെ തന്നെയായിരുന്നു, അത് പുള്ളി മുകളിലേക്ക് അടിച്ച് കളഞ്ഞു സവിനോ. പക്ഷേ സണ്ടർലാൻഡിൻ്റെ ഫോർവേഡിന് ഒരു സൂപ്പർ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ഫിസിക്കലാണ് കേട്ടോ. പുള്ളി നമ്മുടെ റൂബൻ ഡിയാസിനെ കൂളായിട്ട് എന്താ പറയുക ഹാൻഡിൽ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഡോണറുമ ഫേസ് ടു ഫേസ് കിട്ടിയതാണ്. ആക്ച്വലി സെക്കൻഡ് പോസ്റ്റിലേക്ക് അടിക്കണതിന് പകരം പുള്ളി ഫസ്റ്റ് പോസ്റ്റിലേക്ക് അടിച്ചു, അത് കൂളായിട്ട് ഡോണറുമ സേവും ചെയ്തു. സെക്കൻഡ് ഹാഫിൽ സിറ്റി കുറച്ചുകൂടി അർജൻസി കൂട്ടി. അത് മാത്രമല്ല നിക്കോ ഗൊൺസാലസിന് വരാൻ റോഡ്രി വന്നപ്പോൾ കളി മാറി. നിക്കോ ഗൊൺസാലസ് നല്ല പ്ലെയറാണ്, പക്ഷേ റോഡ്രി ശരിക്കും പറയുകയാണെങ്കിൽ ഇൻക്രെഡിബിളാണ്. റോഡ്രി നമ്മൾ വന്ന ശേഷം എത്ര ടച്ച് റോഡ്രി ചെയ്തു നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ റോഡ്രി എവിടെയൊക്കെ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി, എല്ലാ ഏരിയയിലും കൂളായിട്ട് കാണുന്ന ഗെയിമിൻ്റെ സ്പീഡ് ടെമ്പോ കൂട്ടി. ആക്ച്വലി റോഡ്രി വന്ന ശേഷമാണ് ഗെയിമിൻ്റെ ടെമ്പോ കൂട്ടി. ഒരു സ്ലോനെസ് ഒന്നുമില്ലാണ്ട് മുടിഞ്ഞ സർക്കുലേഷനാണ് റോഡ്രിയുടെ. സിമ്പിളായിട്ട് ഭയങ്കര കാമായിട്ടാണ് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായത്. പുള്ളി വന്നതോടുകൂടി സിറ്റിയുടെ കളി മാറി. ആക്ച്വലി റോഡ്രി വന്നതോടുകൂടിയിട്ട് പിന്നെ ഗാർഡിയോളിനെ ഇറക്കി. ഗാർഡിയോൾ ആക്ച്വലി ഒരു ശരിക്കും പറയുകയാണെങ്കിൽ സെക്കൻഡ് ഫോർവേഡായിട്ട് കളിക്കാൻ പറ്റിയ സാധനമാണ്. നല്ല ഇൻസ്റ്റിക്റ്റ് ഉണ്ട്, എവിടെ എത്തണം, എവിടെ ഏത് ടൈമിൽ എവിടെ വന്നാലേ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുകയെന്നുള്ളതൊക്കെ. പിന്നെ സണ്ടർലൻഡിൻ്റെ ഗോൾ കീപ്പർ പെർഫോമൻസ് മെൻഷൻ ചെയ്യാണ്ട് പറ്റില്ല. കിട്ടില്ല ഗോൾ കീപ്പർ തന്നെയാണ്. അടിപൊളി പൊസിഷനിങ്, അടിപൊളി റിഫ്ലക്സ് സേവ്, ഒരു ക്ലോസ് കൺട്രോൾ സേവ് അങ്ങോട്ട് ചെയ്ത് സൂപ്പറായിരുന്നു. ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കേട്ടോ പുള്ളി. എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷനൊക്കെ സൂപ്പറായിരുന്നു. ഗോൾ കീപ്പറെ പറ്റി പറയുമ്പോൾ ഡോണറമ്മേനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഡോണറമ്മേനെ പറ്റി സേവുകളെ പറ്റിയിട്ടല്ല ഡോണറമ്മേനെ പറ്റി പറയുന്നത്. എഡേഴ്സനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോണറമ്മയുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ മോശം. എഡേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പക്കയാണ്, കറക്റ്റ്. പുള്ളി ശരിക്കും ആ സിറ്റിയുടെ വിങ്ങേഴ്സിനോ സിറ്റിയുടെ ഫോർവേഡിനോ കറക്റ്റ് ബോൾ എത്തിക്കാനായിട്ട് പറ്റുമായിരുന്നു എഡേഴ്സിന്. ഡോണറൂമ ഡിസ്ട്രിബ്യൂഷൻ വളരെ മോശമാണ്. സണ്ടർലൻഡിന് സെക്കൻഡ് ഹാഫിൽ കൗണ്ടേഴ്സ് കുറവായിരുന്നു, പക്ഷേ എപ്പോഴൊക്കെ ഒരു കൗണ്ടർ ചെയ്തോ സിറ്റിക്ക് ഒരു പണിയായിരുന്നു. പക്ഷേ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റൊക്കെ ഡൂക്കും ഗാർഡിയോളും റോഡ്രിയും വന്നതോടുകൂടി സിറ്റി ശരിക്ക് പരമാവധി ട്രൈ ചെയ്തു. പക്ഷേ സണ്ടർലൻഡ് ശരിക്ക് ബ്ലോക്ക് ചെയ്തു. എന്ത് ഷോട്ട് നോക്കിയാലും അവർ കൂളായിട്ട് ബോഡീസ് വെച്ചിട്ടൊക്കെ ബ്ലോക്ക് ചെയ്ത്. ഒരു ചാൻസ് ഡോക്ക് അടിച്ചത് ഡിഫൻഡറുടെ ഫേസ് കെട്ടിപ്പോയത്. ആ ഡിഫൻഡറുടെ ഫേസ് കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ മേ ബി ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗോൾ. സിറ്റി ട്രൈ ചെയ്തു, പക്ഷേ സണ്ടർലൻഡ് ശരിക്കും അവരുടെ ലൈഫ് ഏതിൽ ഡിപ്പെൻഡ് ചെയ്യണ മാതിരിയാണ് അവർ കളിച്ചത്. സ്റ്റാറ്റ്സ് പറയണത് ഇൻട്രസ്റ്റിംഗ് ആണ്. സിറ്റി ഹൈ എക്സ്റ്റി ഒക്കെ ജനറേറ്റ് ചെയ്തു, പക്ഷേ ഫിനിഷിങ് തീരെ ഉണ്ടായിരുന്നില്ല. ഹാലൻഡ് പ്രീമിയർ ലീഗിൽ സണ്ടർലൻഡിനെതിരെ ഗോൾ സ്കോർ ചെയ്യാത്ത ആളാണ്. അതായത് കളിച്ച എതിരാളികൾക്കെതിരെ ആയിട്ട് സണ്ടർലൻഡിനെതിരെ മാത്രമാണ് ഹാലൻഡ് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാത്തത്. സൂപ്പർ ചാൻസ് കിട്ടിയതാണ്, പക്ഷേ പുള്ളി പറ്റിയില്ല. സണ്ടർലൻഡിൻ്റെ പെർഫോമൻസ് ലക്കല്ല, അവർ ശരിക്കും സ്ട്രക്ചേർഡായിരുന്നു, ശരിക്കും ഡിസിപ്ലിൻഡ് ആയിരുന്നു. സിറ്റീനെ സംബന്ധിച്ച് ടൈറ്റിൽ റേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിറ്റിക്ക് ഇതൊരു കോസ്റ്റ്ലി ഡ്രോ ആണ്. കാരണം ആഴ്സണലായിട്ട് 2 പോയിൻറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 4 പോയിൻറ്റ് ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് വൈഡനായി. അപ്പോൾ ഇത് ഒരു മൊമെൻറ്റം ലോസ് തന്നെയാണ്. കാരണം സിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഡ്രോ വന്നത് ശരിക്കും ഒരു മൊമെൻറ്റം ലോസ് തന്നെയാണ്. സിറ്റീനെ സംബന്ധിച്ച് സിറ്റിക്ക് ടഫ് ഗ്രൗണ്ട്സിലേയും ഒരുപാട് പോകാനുണ്ട്. സണ്ടർലൻഡിനെ സംബന്ധിച്ച് ഈ ഡ്രോ എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് റൂമിൽ ഭയങ്കര ബിലീഫ് ക്രിയേറ്റ് ചെയ്യും. അവരുടെ ഗ്രൗണ്ടിൽ ആരായിട്ട് വേണമെങ്കിൽ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ആഴ്സണലായിട്ട് ഡ്രോ ആയി, സിറ്റി ആയിട്ട് ഡ്രോ ആയി. ഇത് കളി 0-0 ആയിരുന്നുണ്ടെങ്കിലും ശരിക്ക് നല്ല ടാക്റ്റിക്കലി കളി കാണാൻ നല്ല രസമുള്ള കളി തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ന്യൂ ഇയറിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം 4 കളി ഉണ്ടായിരുന്നു. 4 കളിയിലും എല്ലാം ഡ്രോ ആയിരുന്നു. ഇതേവരെ പ്രീമിയർ ലീഗിൽ ഇക്കൊല്ലം 2026 ഒരു ടീമും ശരിക്കും പറയുകയാണെങ്കിൽ ജയിച്ചിട്ടില്ല. പുതിയ വർഷം ആൻഫീൽഡ് ലിവർപൂള് നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് കളി കാണാതിരിക്കുന്നത്. കാരണം ലിവർപൂൾ വിൽ കം ബാക്ക് എന്നുള്ളൊരു ഇതിൽ. പക്ഷേ സ്കോർ ലൈൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും 0-0 ആണ്. ഗോൾസ് ഒന്നും ഇല്ലാത്ത മാച്ചാണ് ബേസിക്കലി. പക്ഷേ ഇന്നത്തെ ലിവർപൂൾ വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് ഗെയിം, അത് ബേസിക്കലി ഗോൾ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് ടാക്ടിക്സ് ആയിരുന്നു, പിന്നെ
ചാൻസ് ക്രിയേഷൻ തീരെ ഉണ്ടായിരുന്നില്ല, ഫിനിഷിംഗ് ഉണ്ടായിരുന്നില്ല. ഗെയിം കംപ്ലീറ്റ്ലി ലീഡ്സ് യുണൈറ്റഡ് ശരിക്കും ടാക്റ്റിക്കൽ കൺട്രോളായിട്ടാണ് കളിച്ചത്. അതാണ് എനിക്ക് തോന്നിയത്. ലിവർപൂളിന് എന്താണ് ലീഡ്സിൻ്റെ ബ്ലോക്ക് തകർക്കാൻ പറ്റാത്തത്? ലീഡ്സ് എസ്പെഷ്യലി ഇങ്ങനത്തെ ആൻഫീൽഡ് പോലത്തെ ബിഗ് സ്റ്റേഡിയത്തിൽ വന്ന് കൂളായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് റെലിഗേഷൻ ബാറ്റിൽ നിൽക്കുന്ന ടീമാണ് ലീഡ്സ്. ദേ വെയർ ഏബിൾ ടു ഡു ദാറ്റ്. ലിവർപൂളിൻ്റെ ഞാനൊരു ഷോർട്സിൽ പറഞ്ഞായിരുന്നു, മോസല എന്നുള്ള പ്ലെയർ ഇല്ലാണ്ടാവുമ്പോഴാണ് ലിവർപൂളിൻ്റെ ഫാൻസുകാർക്കും മനസ്സിലാവുള്ളൂ ഹൗ ബിഗ് എ ലെജൻഡ് മോസല ഈസ് എന്നുള്ളത്. മോസല ഇല്ലാണ്ട് ലിവർപൂൾ കളിച്ചപ്പോൾ 1-2 മാച്ചൊന്ന് ജയിച്ചപ്പോൾ എസ്പെഷ്യലി ജാമി കാരകറൊക്കെ മോസാല ഇല്ലയെന്നുണ്ടെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷെ ഇന്നത്തെ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മോസാല എന്നുള്ള പ്ലെയർ ലിവർപൂളിനെ എത്രത്തോളം അങ്ങേരെ തോളിൽ കൊണ്ട് നടത്തുകയാണുള്ളത്. ലിവർപൂൾ യൂഷ്വൽ 4-3-3 ഷേപ്പിൽ തന്നെയാണ് ഇറങ്ങിയത്. ഹൈ ലൈൻ ഫുൾ ബാക്സ് ഒക്കെ പുഷ് ചെയ്യണു, മിഡ്ഫീൽഡ് ബോൾ കൺട്രോൾ ചെയ്യണു. പക്ഷേ ലീഡ്സ് യുണൈറ്റഡ് വെരി ക്ലിയർ പ്ലാനിലാണ് വന്നത്. അവർ കോമ്പാക്ട് മിഡ് ബ്ലോക്കാണ് ചെയ്തത്. ലോ ബ്ലോക്കല്ല, ഡീപ്പ് ബ്ലോക്കും അല്ല, മിഡ് ബ്ലോക്കാണ് അവർ ചെയ്തത്. സെൻട്രൽ ഏരിയ കംപ്ലീറ്റ്ലി ക്ലോസ് ഔട്ട് ചെയ്തു. ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡിന് ബോൾ റിസീവ് ചെയ്യാൻ തീരെ സ്പേസ് കൊടുക്കാണ്ട് അവർ ചെയ്തു. അതാണ് മാച്ചിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നത് ലീഡ്സ് യുണൈറ്റഡിനെ സംബന്ധിച്ച്. പിന്നെ ലിവർപൂളിനെ പറ്റി പറയുമ്പോൾ ഫ്ലോറിയൻ വിറ്റ്സ് എന്ന് പറഞ്ഞ ഈ പ്ലെയറിനെ ലിവർപൂൾ മോർ ദാൻ 100 മില്യൺ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യം എന്തായിരുന്നുള്ളത് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ആ ട്രാൻസ്ഫർ ന്യൂസ് വന്നപ്പോൾ ഒരു വാങ്ങിച്ചപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈസി 100 മില്യൺ പ്ലെയർ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വിറ്റ്സ് എന്ന് പറയുന്നതൊരു ക്രിയേറ്റീവ് പ്ലെയർ ഒന്നല്ല. ലിവർപൂളിന് വേണ്ടത് ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ സാല പോകുമ്പോൾ സാലയ്ക്ക് പകരം ഒരു വിങ്ങർ എന്നുള്ളത്. പക്ഷേ ഐ തിങ്ക് ഹാർവി എലിയറ്റ് ഈസ് മോർ ദാൻ ഇനഫ് സപ്പോർട്ട് ഫോർ സാല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലൊക്കെ പെർഫോമൻസ് വെച്ച് നോക്കും, അതിന് മുമ്പത്തെ സീസണിൽ ക്ലോപ്പ് ഉള്ളപ്പോഴൊക്കെയുള്ള ഹാർവി എലിയറ്റിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്കതിന് തോന്നാറുള്ളത്. വീഡ്സ് എന്ന് പറഞ്ഞത് 100 മില്യൺ ഇറക്കാനുള്ള പ്ലെയർ ഇല്ല. വീഡ്സ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നില്ല, വിങ് കളിക്കാൻ പറ്റുന്നില്ല. ഒരു നമ്പർ 10 ആയിട്ട് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറിന് ഒരു നമ്പർ 9 ഒപ്പം ഇറങ്ങാൻ പറ്റും. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിവർപൂളിന് ഇപ്പോൾ ഇസാഗിനെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, ഒപ്പം എറ്റിക്കേക്കിനെയും വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു ഫ്ലോറിയൻ വിറ്റ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്ലോറിയൻ വിറ്റ്സിന് ഇത്രയും മോർ ദാൻ 100 മില്യൺ ഉള്ള പ്ലെയറിനെ കളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കളിപ്പിക്കുമ്പോൾ ലിവർപൂളിന് ടാക്റ്റിക്കലി ഒരു പ്രശ്നം വരുന്നുണ്ട് ലിവർപൂളിന്. അപ്പോൾ അതെനിക്ക് ഈ മാച്ചിൽ നന്നായിട്ട് തോന്നുകയും ചെയ്തു. ലിവർപൂൾ ബോൾ നന്നായിട്ട് സർക്കുലേറ്റൊക്കെ ചെയ്തു, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പൊസിഷനൊക്കെ ഹൈ ആയിട്ട് ചെയ്തു. പക്ഷേ തീരെ വേർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഒരു ടെമ്പോ ഉണ്ടായിരുന്നില്ല ലിവർപൂളിൻ്റെ ഗെയിമിന്. കളിയിൽ പണ്ടൊക്കെ നമ്മളിപ്പോൾ ക്ലോപ്പിൻ്റെ ഫുട്ബോൾ കാണുമ്പോൾ ലിവർപൂളിൻ്റെ കളി ക്ലോപ്പുള്ളപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ലിവർപൂളിൻ്റെ കളി കാണാൻ നിൽക്കാറുണ്ടായിരുന്നു. കാരണം ആ ഫുട്ബോളിൻ്റെ ഹൈ ടെമ്പോ ഹൈ എനർജി ആയിട്ടുള്ളൊരു ഗെയിം, അറ്റാക്കിങ് ഗെയിം കാണാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. അപ്പോൾ ക്ലോപ്പ് പോയതിന് ശേഷം ഞാൻ ലിവർപൂളിൻ്റെ ഗെയിംസ് അത്രയും കണ്ട് ശ്രദ്ധിക്കാണ്ടായി. ഇപ്പോൾ ഈ സീസണിൽ തന്നെ ലിവർപൂളിൻ്റെ ഗെയിംസ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കണ്ടിരുന്നു, പിന്നെ ലിവർപൂളിൻ്റെ ഗെയിംസ് അധികം കാണാറില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ലിവർപൂളിൻ്റെ കളി കാണുന്നത്. ഐ വാസ് സർപ്രൈസ്ഡ് അറ്റ് ദ ലാക്ക് ഓഫ് ടെമ്പോ. ബേസിക്കലി വളരെ എന്താ പറയുക, ടെമ്പോ തീരില്ലാണ്ട് ലിവർപൂൾ കളിക്കണത്. പിന്നെ സ്ലോട്ടിന് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു കോച്ചാണ്. എസ്പെഷ്യലി പ്രസ് കോൺഫറൻസ്, എങ്ങനെ പ്രസ് കോൺഫറൻസിലും പിന്നെ സംസാരിക്കണമെന്ന് അറിയാത്തൊരു കോച്ചിനെ പോലെയാണ് എനിക്ക് ആർനെ സ്ലോട്ടിനെ തോന്നിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായമാണ് പേഴ്സണലി. പിന്നെ ഐ തിങ്ക് ഹി ഡസ് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ഓൺ ദ ക്യാമറ. മനഃപൂർവ്വം ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നത് കാണാറുണ്ട്. കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നത് ലിവർപൂൾ ജയിച്ചത് ബേസിക്കലി മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും 2 ടീമും പരിക്കേണ്ടതിലായിട്ട് മോശം സീസണായിരുന്നു. മാത്രമല്ല ആ ക്ലോപ്പിൻ്റെ ആ ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു കളിച്ച കാരണം കിട്ടിയതാണ്. സ്ലോട്ട് ഐ തിങ്ക് ദിസ് സീസൺ എക്സ്പോസ്ഡ് ആർനെ സ്ലോട്ട്. അതാണ് എനിക്ക് തോന്നിയത്. ആർനെ സ്ലോട്ടിൻ്റെ ടാക്ടിക്സും പ്ലെയർ മാനേജ്മെൻറ്റും ഗെയിം മാനേജ്മെൻറ്റും ഈ സീസൺ ശരിക്കും എക്സ്പോസ് ചെയ്ത മാതിരിയാണ് എനിക്ക് തോന്നിയത്. ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡ് റണ്ണേഴ്സൊക്കെ എന്താ പറയുക ഭയങ്കര സ്ലോ ആയിരുന്നു. ത്രൂ ബോൾസൊക്കെ വളരെ കുറവായിരുന്നു. സാധാരണ ലിവർപൂൾ ഒരുപാട് ത്രൂ ബോൾസ് കൊടുക്കാറുണ്ട്. ഒരുവിധം മോസ്റ്റ് അറ്റാക്സും വൈഡായിരുന്നു ലിവർപൂളിൻ്റെ. എനിക്ക് തോന്നുന്നത് ശരിക്കും ഫ്രിംപോങ് ആണ് കുറച്ചും കൂടിയും അറ്റാക്ക് ആര് തോന്നിയത്. പക്ഷേ ഫ്രിംപോങ് ഈസ് ഗുഡ് അറ്റാക്കിംഗ് വൈസ്, ബട്ട് ഹീ ഈസ് നോട്ട് സാല. ഓക്കെ,
പിന്നെ ക്രോസസ് വരുമ്പോൾ ബോക്സിൽ ലീഡ്സിൻ്റെ ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ലീഡ്സ് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. ബോൾ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ലിവർപൂളിന്, പക്ഷേ പ്ലെയർ മൂവ്മെൻറ്റ് തീരെ ഉണ്ടായിരുന്നില്ല. പ്ലെയേഴ്സൊക്കെ നടക്കുകയായിരുന്നു ലിവർപൂളിന്. ഞാൻ ലിവർപൂളിൻ്റെ കളി കാണുമ്പോൾ പ്ലെയേഴ്സ് നടക്കണത് കാണാറില്ല. അങ്ങനത്തെ ഒരു ടീമാണ് ലിവർപൂൾ. ഇതിൽ മൂവ്മെൻറ്റ് ഇല്ലാണ്ട് പ്ലെയേഴ്സ് നടക്കണത് കണ്ട് ഞാൻ. ലീഡ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഡ്സ് തീരെ പാനിക്കായില്ല. അവർ ശരിക്കും ഡിഫെൻഡ് ലൈക്ക് എ യൂണിറ്റ്. അവരുടെ ഡിഫെൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരുന്നു. പാസിംഗ് ലൈൻസൊക്കെ ശരിക്കും അവർ ബ്ലോക്ക് ചെയ്ത് ലിവർപൂളിൻ്റെ അറ്റാക്കേഴ്സിന് ബേസിക്കലി ബോൾ കിട്ടിയത് ബാക്ക് ടു ഗോളാണ്. അതായത് ലിവർപൂളിൻ്റെ ഗോളിനെ ഫേസ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബോൾ കിട്ടിയത്. അതല്ലാണ്ട് മൂവ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു മേ ബി എറ്റയ്ക്ക് പുള്ളിക്ക് മാത്രമേ ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ ഐ ഡോണ്ട് തിങ്ക് ദേ ഡിഡ് എനിത്തിങ് ദർ. ലിവർപൂൾ എപ്പോഴൊക്കെ സ്ലോ ചെയ്തു, ലീഡ്സ് അവരുടെ ഷേപ്പ് റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും വന്നു. അവർ എനിക്കൊരു ഡെസ്പറേറ്റ് ഡിഫെൻഡിങ് ആയിട്ട് തോന്നിയില്ല, ഡിസിപ്ലിൻഡ് ഡിഫെൻഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ലീഡ്സിൻ്റെ. മാച്ചിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ റിയൽ സ്റ്റോറി മിഡ്ഫീൽഡിലായിരുന്നു. ലിവർപൂളിന് മിഡ്ഫീൽഡിൽ കൺട്രോൾ ചെയ്യേണ്ടായിരുന്ന പൊസിഷൻ, പക്ഷേ പെനിട്രേഷൻ ഉണ്ടായിരുന്നില്ല. ലീഡ്സിൻ്റെ മിഡ്ഫീൽഡേഴ്സ് ശരിക്കും ഷാഡോ പൊസിഷനിങ് പോലെയാണ്. അവർ ബോൾ ചേസ് ചെയ്തില്ല, അവർ ചേസ് ചെയ്ത് ബേസിക്കലി സ്പേസാണ്. ഇവർ എപ്പോഴും ആ കളി കാണുമ്പോൾ നമുക്ക് ആക്ച്വലി വരച്ചുണ്ടാക്കാൻ പറ്റും ഈ ലീഡ്സിൻ്റെ ഡിഫൻഡേഴ്സിനെ. അവർ സ്പേസാണ് ഡിഫെൻഡ് ചെയ്ത് തുറന്നത്, പ്ലെയേഴ്സിനെല്ലാം ഡിഫെൻഡ് ചെയ്തിരുന്നത്. എപ്പോഴൊക്കെ ലിവർപൂള് എന്താ പറയുക ക്വിക്ക് കോമ്പിനേഷൻ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോഴൊക്കെ ഇവർ സ്പേസ് ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കിയത്. അല്ലെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സിന് ഓഫ് സൈഡ് ആക്കാൻ നോക്കി. സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ കുറച്ചുകൂടെ ടെമ്പോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, എസ്പെഷ്യലി സബ്സ് വന്നതോടുകൂടി. സബ്സിനെ കുറച്ചും മുമ്പ് ഇറക്കായിരുന്നു വേണമെങ്കിൽ, ഹാഫ് ടൈമിൽ സബ്സിനെ ഇറക്കായിരുന്നു വേണമെങ്കിൽ. കാരണം സബ്സ് വന്നതോടുകൂടി ലീഡ്സിൻ്റെ ബ്ലോക്ക് ലീഡ്സ് കുറച്ചുകൂടി ഡീപ്പറായിട്ട് കളിക്കേണ്ടി വന്നു, വൈഡ് ഏരിയാസ് കൊടുക്കേണ്ടി വന്നു ലിവർപൂളിന്. പക്ഷേ അവർ സെൻട്രൽ ഏരിയ സ്റ്റില്ല് ലോക്ക് ചെയ്തിട്ടാണ് കളിച്ചത്. ലിവർപൂളിൻ്റെ കുറച്ച് ഷോട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരുവിധം ഷോട്ട്സൊക്കെ മോസ്റ്റ്ലി ഔട്ട്സൈഡ് ദ ബോക്സും പിന്നെ പൂർ ആംഗിൾസ് എന്നായിരുന്നു. ലീഡ്സിൻ്റെ കീപ്പർ അധികം ഓവർ വർക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കളിയിൽ ലിവർപൂളിന് ശരിക്കും 4 ഷോട്ട്സേ ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു, ലീഡ്സിന് 2 ഉണ്ടായിരുന്നു. ലിവർപൂളിന് 1 ബിഗ് ചാൻസ് ഉണ്ടായിരുന്നു, അത് അവർ മിസ് ചെയ്തു. അവരെ സംബന്ധിച്ചൊരു പോയിന്റ് മതിയായിരുന്നു ഈ റിലിഗേഷൻ ബാറ്റലിൽ, അതിനാണ് അവർ ട്രൈ ചെയ്ത്. ഈ കളി നമ്മളോട് പറഞ്ഞു തരുന്നതാണ് ഈ പൊസഷൻ ഡോമിനൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. ലോ ടു മിഡ് ബ്ലോക്ക് ടീംസ് ബേസിക്കലി ഓഫ് ദ ബോൾ മൂവ്മെൻ്റ് ആണ് വേണ്ടത് അവരെ ബ്രേക്ക് ചെയ്യാനായിട്ട്. ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ് ലിവർപൂളിന് ഉണ്ടായിരുന്നില്ല, ടെമ്പോ ഉണ്ടായിരുന്നില്ല, ലാക്ക് ഓഫ് അറ്റാക്കിംഗ് മൂവ്മെൻറ്റ് തന്നെയാണ് ശരിക്കും. ഒരു കയോസ് ഉണ്ടായിരുന്നില്ല ലിവർപൂളിൻ്റെ. സാധാരണ പണ്ടത്തെ കളിയൊക്കെ കാണുന്നുണ്ട്, കഴിഞ്ഞ കളി അല്ലെങ്കിൽ ക്ലോപ്പിൻ്റെ ടീമിൻ്റെ ഒക്കെ കളി കാണുമ്പോൾ ഭയങ്കര ശരിക്കും കയോസ് ക്രിയേറ്റ് ചെയ്യും, ടീംസിനെ അങ്ങനെ സ്ട്രെച്ച് ചെയ്യാറുണ്ട് ലിവർപൂൾ. ഓക്കെ, ആ സ്ട്രെച്ചിങ് തീരെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അലക്സാണ്ടർ ആർണോൾഡും മോസാലെ ഇല്ലാത്ത ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ടീംസിനെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ആർണോൾഡിന് ബാക്കിൽ നിന്ന് മിഡ്ഫീൽഡിനെ കവർ ചെയ്തിട്ട് ക്രോസ് കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നു ആർണോൾഡിനെ. അത് റിസീവ് ചെയ്തിട്ട് ഗോളാക്കാനായിട്ട് സാലേ ഉണ്ടായിരുന്നു, അത് ലിവർപൂളിന് ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ കളി ശരിക്കും ബോറിംഗ് ഡ്രോ ആണ്. പക്ഷേ കളി ടാക്റ്റിക്കലി ലീഡ്സ് നന്നായിട്ട് ടാക്റ്റിക് യൂസ് ചെയ്തു, ശരിക്കും കൺട്രോൾ അവർ ലിവർപൂളിനെ ശരിക്കും ബ്രേക്ക് ചെയ്ത് ആക്ച്വലി അതാണ് എനിക്ക് തോന്നിയത്. ആർനെ സ്ലോട്ടിന് എന്തെങ്കിലും കുറച്ച് ബെറ്റർ ആക്കേണ്ടി വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഹി വിൽ ലൂസ് ദ ഫാൻസ്.